1 കൊരിന്ത്യർ 2:9 പറയുന്നു, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, മനുഷ്യന്റെ ഒന്നും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. ഇത് ആരോടാ പറഞ്ഞത്? അങ്ങപ്പുറത്തെ തോമാച്ചാനോടോ? ഇങ്ങപ്പുറത്തെ ഏലിയമ്മയോടോ? അവിടെ ദൈവം വെച്ച ക്ലോസ് കണ്ടോ? ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി. എല്ലാവരും എന്നെ കേൾക്കണേ, അങ്ങോട്ടോട് നോക്കല്ലേ. ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവം പറയുന്നു, എന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ആരുടെ ഹൃദയത്തിലോട്ട് നിരൂപിച്ചിട്ടുമില്ല. ഓ, അങ്ങനെയെങ്കിൽ ഇന്ന് പാൽക്കാലം വിളിച്ചു പറയട്ടെ, ദൈവത്തിന്റെ അടുത്ത് വരുന്നത് ലോകപരമായ ഒരു കാര്യം സാധിക്കാനാകരുത്. എന്ത് വന്നാലും ദൈവത്തെ സ്നേഹിക്കണം. നിങ്ങൾ ദൈവത്തിന് വേണ്ടി ധാരാളമായി കൊടുക്കാൻ മനസ്സ് കാണിച്ചാൽ യേശു പറയുന്നു, തന്നെ സ്നേഹിക്കുന്നവർക്ക് ആരും കണ്ടിട്ടില്ലാത്തത്, ആരും കേട്ടിട്ടില്ലാത്തത്, ആരുടെ ഹൃദയത്തിൽ നിരൂപിക്കാത്ത വലിയ നന്മകളെ തന്ന് നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് ദൈവവചനം പറയുന്നത്. അത് ഇഷ്ടപ്പെടുന്നവർ, അത് ആഗ്രഹിക്കുന്നവർ കരങ്ങൾ തട്ടി എന്റെ ദൈവത്തിന് മാത്രം കൊടുക്കുക. ഹല്ലേലൂയ. കർത്താവിൻ്റെ അടുത്തു നിന്നല്ല ഇങ്ങോട്ട് വരട്ടെ, പൈസ കർത്താവിൻ്റെ അടുത്തു നിന്ന് ഇങ്ങോട്ട് വരട്ടെ, സമാധാനം കർത്താവിൻ്റെ അടുത്തു നിന്ന് വരട്ടെ, നന്മകൾ എടാ നീ എന്താ ദൈവത്തിന് കൊടുക്കുന്നതെന്ന് പറ. കൊടുത്താൽ തരുന്നൊരു ദൈവമെന്നല്ല, അതല്ല എൻ്റെ ഉദ്ദേശം. 1 വെച്ചാൽ 2 കിട്ടുമെന്ന് പറഞ്ഞ കുലുക്കിക്കുത്തിൻ്റെ കാര്യമല്ല ഞാൻ ഈ പറയുന്നത്. നിങ്ങളുടെ മനസ്സാക്ഷിയോട് ചോദിക്കണം, നിങ്ങൾ എന്താണ് ദൈവത്തിന് കൊടുക്കുന്നത്? നിങ്ങൾ സ്തോത്രമെന്ന അതരയാഗം അർപ്പിച്ചാൽ നിങ്ങൾ വേറെ ഒന്നും കൊടുക്കണ്ട, ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കും. അങ്ങനെ തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുന്നതോട് ഞാൻ വിളിച്ചു പറയുന്നു, കർത്താവ് വചനത്തിൽ കൂടെ പറയുന്നു, തന്നെ സ്നേഹിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി. ഓ, എത്ര പേര് സ്നേഹിക്കുന്നവരുണ്ട്, അവര് കരങ്ങൾ ഉയർത്തി സ്തോത്രം പറ. അങ്ങനെ തന്നെ സ്നേഹിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയോ ഒരുക്കിയിട്ടുണ്ടല്ലേ? ഓ, എത്ര പേർക്ക് സന്തോഷമുണ്ട്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അദൃശ്യ മണ്ഡലങ്ങളിൽ ദൈവം എന്തൊക്കെയോ വലുത് അവൻ ഒരുക്കിയിട്ടുണ്ട്. ആ ഒരുക്കി വെച്ചതിന്റെ പ്രത്യേകത ആരും ഇതുവരെ കണ്ടിട്ടില്ലാത്തത്, ആരും ഇതുവരെ കേൾക്കാത്തത്, ആരുടെ ഹൃദയത്തെ നിരൂപിക്കാത്ത വൻ കാര്യങ്ങൾ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ഇതാ ദിവസങ്ങളിൽ വെളിപ്പെടാൻ പോകുന്നു.